100% പ്ലേസ്മെന്റോട് കൂടി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഒരുപാട് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അംഗീകാരമുള്ള കോഴ്സ് സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. 6 മാസം കൊണ്ട് ഒരു മൊബൈൽ ഫോണിന്റെ ബേസിക് ഇലക്ട്രോണിക്സ് തൊട്ടിട്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ വരെയുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. മറ്റുള്ള ഫീൽഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു വേൾഡ് വൈഡ് ആണ് എന്റെ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും മൊബൈൽ എന്ന് പറയുന്ന ഒരു കോമൺ സാധനം. നമുക്ക് ഏകദേശം ഒരു 10,000-ഓളം കുട്ടികൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 10,000-ഓളം കുട്ടികൾ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അതായത് എഞ്ചിനീയറിംഗ് കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലിയൊന്നും കിട്ടാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാനൊരു നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത്. ആ കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന യുഗം തന്നെ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഏത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വേണമെങ്കിൽ ഫീസ് ഇല്ലാണ്ട് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ. അതുമാത്രമല്ല, 100% പ്ലേസ്മെന്റോട് കൂടി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഒരുപാട് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് വന്നേക്കാണ് കേട്ടോ. സ്ഥാപനത്തിന്റെ പേര് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അപ്പൊ നമ്മുടെ സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. എന്താ സാറിന്റെ പേര്? എന്റെ പേര് രാജു. രാജു, ഇത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. 25 വർഷമായിട്ട് മൊബൈൽ ഫോൺ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. കേരളത്തില് ഏകദേശം 14ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. 14ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ. അതായത് നമ്മൾ ഈ മൊബൈൽ ഫോൺ ടെക്നോളജിയാണ് ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് ശരിക്കും. അതായത് അപ്പൊ നമുക്ക് ഈ കോഴ്സ് ഏത് പ്രായക്കാർക്കാണ് ശരിക്കും ഇത് പഠിക്കാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ, ഒരു സാധാരണക്കാരെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു 6 മാസം കൊണ്ട് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 6 മാസം കൊണ്ട് പഠിക്കാം. അതിൽ നമ്മൾ 6 മാസം കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കണം? അപ്പോൾ 6 മാസം കൊണ്ട് ഒരു മൊബൈൽ ഫോണിന്റെ ബേസിക് ഇലക്ട്രോണിക്സ് തൊട്ടിട്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ വരെയുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിലൊരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു 70% പ്രാക്ടിക്കൽ ഓറിയന്റഡും ഒരു 30% തിയറിയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണത്, ഇതിനെങ്ങനെ ജോബ് ചാൻസ്, അതിന്റെ എന്താ പറയുക, പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ കിട്ടുമല്ലോ? കുട്ടികൾക്ക് ഈ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ട്രെയിനിങ്ങിന് വേണ്ടി നമുക്ക് നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഡൽഹിയിലും ലക്നൌവിലും ഹൈദരാബാദും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യൻ ട്രെയിനിങ്ങും പ്ലസ് അവർക്ക് വിദേശ അവസരങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇത് പഠിച്ച വഴിക്ക് തന്നെ അവർക്ക് ട്രെയിനിങ്ങിനുള്ള അവസരം നമ്മൾ തന്നെ കൊടുക്കും. ഇൻസെന്റീവോട് കൂടിയിട്ടാണ്. വിത്ത് ഇൻസെന്റീവോട് കൂടിയിട്ട് ചാൻസ് അതുപോലെ പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ തന്നെ കൊടുക്കുന്നത്. കൊടുക്കാൻ പറ്റും. ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ പ്ലേസ്മെന്റും വിത്ത് സാലറിയോട് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് അവന് കോഴ്സും ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഗംഭീര ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അതായത് സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികം തീരെ ഇല്ല എന്ന് തന്നെ വിചാരിച്ചോ, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിപ്പിച്ച് തരും ചെയ്യും, ഒപ്പം തന്നെ ഒരു ജോലി തരും. സാർ പറഞ്ഞു തീർച്ചയായിട്ടും. അത് ശരി. അതെങ്ങനെ നിങ്ങൾക്ക് അത് പറ്റണത് ശരിക്കും പറഞ്ഞാൽ? എത്ര നാള് നമുക്ക് അതിന് ടൈം പീരീഡ് ഉണ്ട്? ശരി, അത് വ്യത്യസ്ത പാക്കേജുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ. 6 മാസത്തെ കോഴ്സിന് ശേഷം പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ വേണ്ടത്. കൂടുതൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ അവരുടെ നോർത്ത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് കൊടുക്കും. ആ എക്സ്പീരിയൻസിന്റെ സമയത്ത് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കും. കൂടാതെ അവർക്ക് പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ആ പ്ലേസ്മെന്റിലൂടെ അവർക്ക് സാലറിയും കിട്ടും. സാലറി കിട്ടില്ല. അപ്പൊ നമ്മുടെ ആ കോഴ്സ് ഫീസിന്റെ ഒരു ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ ഇല്ല, ആ ചെയ്യുന്നവർക്ക് കോഴ്സ് ഫീ കൊടുത്ത് ചെയ്യുന്നവർക്ക് ഫീ കൊടുത്ത് ചെയ്യാം. ഫീ കൊടുക്കാത്തവർക്ക് അതിനനുസരിച്ച് പീരീഡിൽ അവർ കൂടുതൽ പീരീഡ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് സാറിന് ഇപ്പൊ ഈ ഒരു ഫീൽഡിലുള്ള കുട്ടികളുടെ ചാൻസിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതായത് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഇനി വരാൻ പോകുന്ന ചാൻസ് മറ്റുള്ള ഫീൽഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു വേൾഡ് വൈഡ് ആണ് എന്റെ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും മൊബൈൽ എന്ന് പറയുന്ന ഒരു കോമൺ സാധനമാണ്. അപ്പൊ നമുക്ക് വിദേശത്ത് പോകുന്നപ്പോൾ UK പോവാണെങ്കിലും ദുബായിൽ പോവാണെങ്കിലും അവിടെ എല്ലാവരും തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും അതിൽ സാധ്യതകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 2 വർഷം മുൻപുള്ള ടൈപ്പ് ഫോണുകളല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ രൂപവും ഭാവവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 5G വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളും വില കൂടിയ ഫോണുകളും വരികയാണ്. നല്ല ടെക്നീഷ്യന്മാർ വേണം. അതെ, നല്ല ടെക്നീഷ്യന്മാർക്ക് എന്നും അവസരങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നല്ല ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുകയാണ് നമ്മുടെ എയിം. നല്ല ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുക, അവർക്കൊരു സംരംഭം തുടങ്ങാനുള്ള, വെറും ഒരു ടെക്നീഷ്യനായിട്ട് ജീവിതകാലം കഴിക്കാതെ ഒരു സംരംഭകനാക്കാൻ എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൽ നമ്മൾ ഓരോ ലെവൽ വൈസിൽ നിങ്ങൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നു. നമ്മൾ ഒരു കുട്ടി ചേരുമ്പോൾ തന്നെ അവൻ എവിടെ എത്തും എന്നതിനുള്ള ഒരു പിക്ചർ അവന് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് എത്തിയ ആൾക്കാരെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10,000-ഓളം കുട്ടികൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 10,000-ഓളം കുട്ടികൾ.
ഇതിപ്പോ എവിടെയൊക്കെ ചാൻസ് കിട്ടിയവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടിയിരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഇപ്പൊ മൊബൈൽ കമ്പനികളിലാണോ അതോ നമുക്ക് അവരുടെ ഫ്രാഞ്ചൈസികളിലാണോ അങ്ങനെ മൊബൈൽ ഷോപ്പുകളിലാണോ? വിവിധ, അതായത് ഓരോ ആൾക്കാരുടെ അംബിഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരാൾക്ക് ഒരു സംരംഭകനാവാന്നുള്ള അയാളുടെ അംബിഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു നാട്ടിലൊരു ഷോപ്പ് തുടങ്ങുക, മൊബൈൽ ടെക്നീഷ്യൻ ആവാൻ. അല്ല, ചില ആൾക്കാരുടെ അംബിഷൻ വെച്ചാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ബേസിക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് മറ്റുള്ള കമ്പനികളിൽ, മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനികളിൽ സ്റ്റാഫായിട്ട് കയറാൻ പറ്റും. കൂടാതെ ഈ ഓതറൈസ്ഡ് സർവീസ് സെന്ററുകളുണ്ട്, കമ്പനികളുടെ സെന്ററുകൾ, അങ്ങനത്തെ സെന്ററുകൾ ടെക്നീഷ്യനായിട്ട് കയറാൻ പറ്റും. കൂടാതെ ഇത് ടൂൾസ് ഷോപ്പുകളുണ്ട്, ഇതിന്റെ സെയിൽസ് ഷോപ്പുകളുണ്ട്, അങ്ങനത്തെ മേഖലകളിലെല്ലാം തന്നെ ഇവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. കാരണം ഇതിന്റെ തന്നെ ഓരോ ചെറിയ ചെറിയ പാർട്സിന്റെ കമ്പനികളിൽ വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ബേസിക് അറിവാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഈ ടെക്നോളജിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ സാറിനെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് ഏജ് ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ഒരു +2 കഴിഞ്ഞ ഒരു 18 വയസ്സായ കുട്ടി തൊട്ടിട്ട്. പിന്നെ മാർക്കിന്റെ ഇല്ല മാർക്ക്, ഇതൊരു ടെക്നിക്കൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ്. എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റുക? നമുക്ക് നമ്മൾ TSSC അംഗീകൃത സെന്റർ ആണ് ഇത്. TSSC സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അംഗീകാരമുള്ള കോഴ്സാണ്. ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. TSSC അംഗീകൃത കോഴ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കുട്ടികൾക്ക് അതിനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എക്സാം എഴുതാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അവർക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ സാറിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിന്റെ എല്ലാ ഡീറ്റെയിൽസും. ഇതിപ്പോ സ്ഥലം വരുന്നത് എവിടെ സാർ? ശരിക്കും രാമദാസ് തിയേറ്ററിന് മുന്നിൽ MG റോഡിലാണ്. തൃശ്ശൂർ ജില്ലയിലെ രാമദാസ് നടുവിലാലെ രാമദാസ് തിയേറ്ററിന് മുന്നിൽ MG റോഡിലാണ്. കമ്പനിയുടെ പേര് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഓക്കെ. അപ്പോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ സാറിന് നേരിട്ട് വിളിക്കുക. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.